ചാണ്ടി ഉമ്മൻ കോഴിക്കോട് DCC ഓഫീസിലെത്തിയിരിക്കുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ നേരത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ രമ്യ ഹരിദാസൻ ഒപ്പമുണ്ട്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ DCC ഓഫീസിൽ, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാവിലെ 3:30-ക്കാണ് അവിടെ എത്തിയത്, കോഴിക്കോട് എത്തിയത് എന്നാണ് ചാണ്ടി ഉമ്മന്റെ വിശദീകരണം. മാത്രമല്ല, പൂർണ്ണമായും ഏറ്റിരുന്നില്ല, പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ MS അനീഷ് കുമാർ വിവരം നൽകും. അനീഷ്, DCC അധ്യക്ഷൻ ഇക്കാര്യം പരിശോധിക്കും, അതിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെയാണോ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഒരു തർക്കത്തിന് വേണ്ട എന്നുള്ള രീതിയിലാണോ അവിടെ എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഒരു വലിയ വിവാദമായി ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇത് മാറിയിരുന്നു. ഗ്രൂപ്പ് തർക്കങ്ങളാണ്, മറ്റു ചില സമ്മർദ്ദങ്ങളാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ കാരണമെന്ന രീതിയിലൊക്കെ വിലയിരുത്തൽ വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി AICCക്കും KPCCക്കും അടക്കം പരാതി നൽകുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. എന്ത് സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് അറിയില്ല. ഒരാഴ്ച മുമ്പ് ചാണ്ടി ഉമ്മനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിരുന്നതാണ് എന്നും നേരത്തെ യൂത്ത് കോൺഗ്രസ് വിശദീകരിച്ചിരുന്നു. എന്നാൽ നേരത്തെ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്നെ കഴിഞ്ഞ ദിവസമാണ് വിളിച്ചത്, അതും താൻ വരാമെന്ന് അറിയിച്ചത് മാത്രമേ ഉള്ളൂ, അല്ല ചടങ്ങിന്റെ പ്രധാന അതിഥി താനായിരുന്നില്ല. രമ്യ ഹരിദാസ് ആണ് പരിപാടി ഏറ്റത്. രമ്യ ഹരിദാസ് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില അടിയന്തര ചർച്ചകൾക്കായി താൻ ഒറ്റ ദിവസത്തേക്ക് ദുബായിൽ പോയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 3:30-ക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുകയും പിന്നീട് അവിടെ നിന്നും ഹോട്ടൽ മുറിയിലേക്ക് വരികയും ചെയ്ത് 5 മണിയായപ്പോഴാണ് ഹോട്ടൽ മുറിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് മണ്ഡലം പ്രസിഡന്റിനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ പരിപാടി തീരാറായി എന്ന വിവരമാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇരുന്നത് എന്നടക്കം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് അവർ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. പിന്നീട് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് വിട്ടുനിന്നത് എന്നടക്കമുള്ള വ്യാഖ്യാനങ്ങൾ കൂടി എത്തി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഈ വിവാദം അവസാനിപ്പിക്കാൻ തന്നെ തയ്യാറെടുക്കുന്നത്. എനിക്കറിയാൻ ചോദിക്കും, ഇത്രയും പ്രശ്നത്തില്ല, നിങ്ങൾ ഇത്രയും കൂടിയിരിക്കുന്നതില്ല. ഞങ്ങള് നിങ്ങൾ തമ്മിൽ തർക്കമാണ്. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഞങ്ങള് വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ്, ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. താങ്കൾ ക്ഷണിച്ചിരുന്നതാണ്. ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം പറഞ്ഞത് നേരത്തെ ഒരാഴ്ച മുമ്പേ പറഞ്ഞതാണ്, ഫോൺ വിളിച്ച് സംസാരിച്ചത്. എന്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് KPCCക്ക് പരാതി കൊടുക്കുന്നത് അദ്ദേഹം. എനിക്കറിയില്ല. ഒരാഴ്ച മുൻപ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞില്ല എന്ന് പറയുന്നത് DCC വിഷയത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCCയുടെ പരിപാടിയാണോ? ഞാൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര. ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി, തിരിച്ച് ദുബായ് 3:30-ക്ക് വരിക, 5 മണിക്കാണ് എന്റെ ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. ഇതൊരു വിവാദമാക്കി നിങ്ങൾ മാറ്റി. ഞാൻ അതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയില്ല. ബാക്കി പ്രസിഡന്റ് പറയും. ഒരു വിശദീകരിക്കാൻ മാത്രം വിശ്വസിക്കും. ഞാനെന്താ പറഞ്ഞത്, വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു, DCC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. താങ്കൾ നേരിട്ട് ക്ഷണിച്ചതല്ല. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. 100% തൃപ്തികരം. പിന്നെ ഞങ്ങൾ തമ്മിൽ തൃപ്തികരമല്ലാതിരിക്കും. പിന്നെ ഒരു കാരണം, നിങ്ങൾ വാർത്ത കൊടുത്തു, ഞാൻ വിസ്തീർണം ചോദിച്ചത്. MLA യോട് വിസ്തീർണം ചോദിക്കുന്നത് DCC പ്രസിഡന്റ് ആളല്ല, ചാണ്ടി ഉമ്മനോട് കാര്യം അന്വേഷിക്കും.
എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മാറ്റിക്കൊടുത്തു. നിങ്ങൾ വിവാദം ഉണ്ടാക്കി ഞങ്ങളെ തെറ്റിക്കാന്ന് വിചാരിക്കേണ്ട ഒരു തെറ്റിലും നടക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ട് എന്റെ അടുത്ത് അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ചെയ്തോളും. ഞങ്ങൾ പാർട്ടിക്കാത്ത കാര്യമാണ്. അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. അതെല്ലാം പരിഹരിക്കും. ഒരു കാര്യം പറയാം, വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷാഫി പറമ്പിന്റെ ഗ്രൂപ്പ്, സിദ്ദിഖിന്റെ ഗ്രൂപ്പ് നോക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇവിടെ ഇല്ല. ഒരു ഗ്രൂപ്പുകളിൽ നേതാക്കളും ഇല്ല. CPM ദുർഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസ്. ഷാഫിയോ സിദ്ദിഖോ ഇവിടെ ഒരു നേതാവോ ഒരു ഗ്രൂപ്പും പാർട്ടിക്കത്തില്ല. അല്ല, ആ പോരാട്ടത്തിൽ നിന്നാണ് വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അല്ല, അത് കൺഫ്യൂഷൻ മാറിയില്ല. ഇറ്റ് ഈസ് ക്ലിയർഡ്. ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ ഉദ്ദേശം എന്താണ്? പങ്കെടുക്കാത്തതിൽ മറ്റ് കാരണങ്ങളില്ല എന്നാണ് DCC അധ്യക്ഷനും ചാണ്ടി ഉമ്മനും വിശദീകരിച്ചത്. അനാവശ്യ വിവാദമാണെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. കോഴിക്കോട് DCC ഓഫീസിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മാത്രമല്ല DCC അധ്യക്ഷൻ പറഞ്ഞത് അടുത്ത ദിവസത്തെ ഇതേ പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ നിശ്ചയമേ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കും.